ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വന്നിരിക്കുന്നത് നമുക്കറിയാം ഇത്തവണ CSEBയുടെ എക്സാം ഏതാണ്ട് പൂർണ്ണമായിട്ട് കഴിയുന്നതിന് മുന്നേ തന്നെ പുതിയ നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ട്. നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു. അതിന്റെ സൈറ്റിൽ നിന്ന് നിങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. നോട്ടിഫിക്കേഷനൊക്കെ പൂർണ്ണമായും വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നോട്ടിഫിക്കേഷൻ വായിച്ച സമയത്തും ഇതേപോലെ പലർക്കും സംശയങ്ങൾ ഉണ്ടാവും. സാധാരണ അങ്ങനെയാണല്ലോ, ഒരു നോട്ടിഫിക്കേഷൻ വായിച്ചു കഴിഞ്ഞാൽ പലതും അതിലെ ഉള്ളിൽ ഇങ്ങനെ ഒളിപ്പിച്ച് കിടന്നിട്ടുണ്ടാവും. നമുക്ക് വായിച്ചെടുക്കാനും ബുദ്ധിമുട്ടുള്ള പല ഏരിയാസും അതിലുണ്ട് നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഈ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് അതിലും കഴിഞ്ഞ പോലെ തന്നെ സൂപ്പർ ഗ്രേഡ് ബാങ്ക് ആയിട്ടും ക്ലാസ് 2, ക്ലാസ് 1 എന്നുള്ള രീതിയിലുള്ള ബാങ്കുകളിലൊക്കെ തരംതിരിച്ചുകൊണ്ട് ഓരോരോ ജില്ല അടിസ്ഥാനത്തിലൊക്കെ അതിൽ നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഒരു എക്സാം എന്ന രീതിയിൽ പറയുമ്പോൾ നമ്മളെ ഫസ്റ്റ് സെഷൻ ഓഫ് എക്സാം 12-ാം തീയതി കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇനി ഈ ഒരു എക്സാം നമ്മൾ പേപ്പറൊക്കെ കിട്ടി. അപ്പോൾ പലർക്കും ഈസി ആയിരിക്കാം, ടഫ് ആയിരിക്കാം, അങ്ങനെയൊക്കെയുള്ള പല അഭിപ്രായങ്ങളും നിങ്ങൾക്കിടയിൽ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ വെച്ചിട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ വരാനിരിക്കുന്ന എക്സാമിലേക്ക് എന്തൊക്കെയാണ് മാറ്റം, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പുതിയ നോട്ടിഫിക്കേഷനിലേക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുമോ എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയണം. കാരണം ചിലപ്പോൾ നമ്മളെ കൂട്ടത്തിൽ തന്നെയുള്ള ആൾക്കാർ ആദ്യമായിട്ട് എഴുതുന്നവരുണ്ടാവും അല്ലെ, ആദ്യമായിട്ട് എക്സാം എഴുതുന്നവരുണ്ടാവും, 1-2 പ്രാവശ്യം എക്സാം എഴുതി കിട്ടാത്തവരും ഉണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള എല്ലാവർക്കും ഇനി വരാൻ പോകുന്ന CSEB എക്സാം പ്രോപ്പറായിട്ട് പഠിച്ചുകൊണ്ട് നമുക്ക് നേടാൻ വേണ്ടി സാധിക്കണം. അത്തരത്തിൽ നേടാൻ വേണ്ടി സാധിക്കണമെങ്കിൽ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? അപ്ലൈ ചെയ്യാൻ പോകുന്നതിന് മുന്നേ പ്രോപ്പറായിട്ട് നിങ്ങൾ അതിനെപ്പറ്റി മനസ്സിലാക്കണം. എന്തിനാണ് അപ്ലൈ ചെയ്യുന്നത്, ഏതിലേക്കാണ്, ഏത് കാറ്റഗറിയിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്, അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താ, അതുകൂടാതെ അതിലേക്ക് അതിൻ്റെ എക്സാമുകളുടെ രീതി എങ്ങനെയാണ്, എന്താണ് എക്സാമിൻ്റെ ക്രൈറ്റീരിയ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയാലേ, ശരിക്കും പറഞ്ഞാൽ അത്തരം മനസ്സിലാക്കിയിട്ട് വേണം നമ്മളൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനും അതേപോലെ എക്സാമിന് വേണ്ടി അപേക്ഷിക്കാനും. അപ്പോൾ വരാനിരിക്കുന്ന CSEB എക്സാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾ, ഇപ്പോൾ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാം. അപ്പോൾ ഈ സംശയങ്ങളൊക്കെ തീർത്തുകൊണ്ട് നിങ്ങളെ സഹായിക്കാനായിട്ട് നമ്മളെ CC ഒരു ഫ്രീ വെബിനാറുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. എപ്പോഴാണ്? ഒക്ടോബർ 14-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 9 മണിക്കാണ് നമ്മളെ വെബിനാർ ഉള്ളത്. നമ്മളെ വെബിനാർ നയിക്കുന്നത് നമ്മുടെ സ്വന്തം ആതിര മിസ്സാണ്. അപ്പോൾ ആതിര മിസ്സിനോട് നിങ്ങൾ ചോദിക്കാം, കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലായിക്കൊണ്ട് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വരാനിരിക്കുന്ന എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്ത് പഠിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, നമ്മളെ വെബിനാറിന്റെ ഡേറ്റ് എപ്പോഴാണ്? ഒക്ടോബർ 14-ാം തീയതി രാത്രി 9 മണിക്കാണ്. അപ്പൊ ഈ വെബിനാറിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ നമ്മളൊരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ഈ ഗൂഗിൾ ഫോം എന്താ നിങ്ങൾ ഫില്ലപ്പ് ചെയ്യുക. കൂടാതെ CSEBയുടെ പുതിയ ബാച്ച്, CSEBക്ക് ഇതിനു വേണ്ടിയിട്ട് നമ്മളെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ഫ്രീ ഗ്രൂപ്പിന്റെ ഒരു ലിങ്കും നിങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. ഇനി CSEBയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ഞങ്ങളെ അറിയിക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മളെ കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കോൺടാക്ട് നമ്പർ ത്രൂയും നിങ്ങളുടെ ബാച്ചിനെ പറ്റിയും അല്ലെ CSEBനെ പറ്റിയുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് തീർത്തുകൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു വേയിലൂടെ പഠിച്ച് എക്സാം എഴുതി നല്ലൊരു ജോലി വരാനിരിക്കുന്ന അല്ലെങ്കിൽ വന്നിരിക്കുന്ന ഈ CSEBയുടെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ഒരു ജോലി നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം മക്കളെ, നമ്മളെ ഫ്രീ വെബിനാറിന്റെ ഡേറ്റ് എപ്പോഴാണ്? ഒക്ടോബർ 14-ാം തീയതി ആണ് രാത്രി 9 മണിക്ക്. ഈ ഒരു വെബിനാറിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ താഴെയുള്ള ഗൂഗിൾ ഫോം എന്ത് ചെയ്യുക, അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളെ വിവരങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഏവർക്കും ആശംസകൾ നേരുന്നു. താങ്ക് യു.